തന്റെ അനുജത്തിയെ കിണറ്റിലെറിഞ്ഞ 12 വയസ്സുകാരിക്ക് സംഭവിച്ചത് എന്ത്? ഫാമിലി കൗൺസിലറിന്റെ അഭിപ്രായം എന്ത്? ഇതേക്കുറിച്ച് ഒരു പീഡിയാട്രീഷ്യൻ എന്താണ് വിശദീകരണം നൽകുന്നത്? ചൈൽഡ് സൈക്കോളജിയിൽ എന്താണ് ഇതിന്റെ പ്രാധാന്യം? പോകാം നമുക്ക് വീഡിയോയിലേക്ക്. കൊതിയോറും ബാല്യം കുട്ടാടൻ പാടത്ത് കളിവെള്ളം പോൽ തുള്ളി തുള്ളിപ്പായുന്നു. ഇത്തരം വാർത്തകൾ കേട്ടപ്പോൾ മനസ്സിൽ വന്ന ഏതോ 2 വരി ഒന്ന് മൂളി എന്ന് മാത്രം. വർഷങ്ങളോളം തനിക്ക് അച്ഛനും അമ്മയും ഇവരായിരുന്നുവെന്നും ഇവരായിരുന്നു എൻ്റെ ലോകം എന്നും ഇതായിരുന്നു എൻ്റെ വീട് എന്നും ഈ കുഞ്ഞു പറയുമ്പോൾ തനിക്ക് താഴെ ഇവരുടേത് മാത്രമായി ഒരു കുഞ്ഞ് വന്നപ്പോൾ തങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹവും തങ്ങൾക്ക് കിട്ടിയിരുന്ന കെയറിങ്ങും ഇല്ലാതെയായി എന്ന മാനസിക വികാരമാണ് സ്വന്തം കൂടപ്പിറപ്പിനെ മറ്റാരും അറിയാതെ കിണറ്റിൽ തള്ളാൻ ഇടയാക്കിയത് എന്ന് പറഞ്ഞ് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുൻപിൽ അലറി വിളിക്കുന്ന 12കാരി. മരണത്തിന് ഉത്തരവാദിയെ കണ്ടെത്തിയപ്പോൾ ഞെട്ടിയും നടുങ്ങിയും മനസാക്ഷി മരവിച്ചു പോയ ഒരു നിമിഷമുണ്ടായിരുന്നു. ആ 12കാരിയുടെ അസ്വസ്ഥതകളും ഭാവിയെക്കുറിച്ചുള്ള ഓർമ്മകളും അടങ്ങുന്ന അരക്ഷിതാവസ്ഥയാണ് ഈ ഒരു തെറ്റിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഇവിടെയാണ് നാം ഓർക്കേണ്ടത് പണ്ട് കണ്ട് മറന്നുപോയ എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്ന മലയാള സിനിമ. ആ സിനിമ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്, ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. മൂത്ത കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഇത്തരം പിരിമുറുക്കങ്ങൾ അത് സ്വാഭാവികമാണ്. എന്നാൽ ചേർത്ത് പിടിക്കണം നമ്മൾ. ഇളയ കുഞ്ഞു വരുമ്പോൾ ആ കുഞ്ഞിനേക്കാൾ ഉപരിയായി നമ്മുടെ മൂത്ത മക്കളെ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. ഇനി നമുക്ക് പീഡിയാട്രീഷ്യൻസ് ആയ കുട്ടികളെ സ്ഥിരം പരിചരിക്കുന്ന ഡോക്ടേഴ്സിന്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. അവരിപ്രകാരമാണ് പറയുന്നത്. ഇത്തരം ചോദ്യങ്ങളും ഇത്തരം പ്രശ്നങ്ങളും OPയിലെ സ്ഥിരം പരാതികളിൽ ഒന്നാണ്. ഇതിനെ മെഡിക്കൽ ടേംസിൽ സിബ്ലിങ്സ് ട്രൈവൽറി എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം, ആദ്യത്തെ കുഞ്ഞ് വീട്ടിലെ രാജാവായി വാഴുമ്പോഴാണ് തനിക്ക് താഴെ മറ്റൊരാൾ വരുന്നത്. അത് അംഗീകരിക്കുവാനുള്ള ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം നാം അടങ്ങുന്ന സൊസൈറ്റിയാണ്. ഇനി വീട്ടിലെ വാവ ഇളയ കുഞ്ഞാണ് എന്ന തോന്നലുണ്ടാക്കുന്ന സംസാരങ്ങൾ. മൂന്നാമത്തെ റീസൺ, പാരൻസിന്റെ അറ്റൻഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി ഇളയ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ പോലും മടിക്കാത്ത മൂത്ത കുഞ്ഞിന്റെ മാനസിക അവസ്ഥയാണ്. ഇവിടെ നമുക്ക് ആ 12കാരിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇനി ഒരിക്കലും ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ, ഇങ്ങനൊന്ന് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധ കാണിക്കേണ്ടത് മാതാപിതാക്കളും മുതിർന്നവരും അടങ്ങുന്ന സമൂഹമാണ്. ഇങ്ങനൊരു സംഭവം ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഫാമിലി കൗൺസിലേഴ്സും ചൈൽഡ് സൈക്കോളജിസ്റ്റുകളും പീഡിയാട്രീഷ്യൻസും തരുന്ന ചില ടിപ്സുകളെ നമുക്ക് നോക്കാം. വീട്ടിൽ പുതിയതായി ഒരു അതിഥി വരുമ്പോൾ മൂത്ത കുഞ്ഞുങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അവരുടെ കൂടെ മാതാപിതാക്കൾ 2 പേർക്കും സാധിച്ചില്ലെങ്കിൽ ഒരാളെങ്കിലും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അവരോട് കൂടെ കളിക്കുവാനുള്ള സമയം കണ്ടെത്തുക. ഇതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമതായി, പാരൻസ് പരമാവധി കമ്പാരിസൺസ് ഒഴിവാക്കുക. മറ്റൊരു പ്രധാന കാര്യം, പുതിയ കുഞ്ഞിനെ കാണാൻ വരുന്ന എല്ലാവരും തന്നെ ഇളയ കുഞ്ഞിനായിരിക്കും ഗിഫ്റ്റ് കൊണ്ടുവരിക. അതേസമയം മൂത്ത കുട്ടികൾക്ക് തങ്ങൾ വേണ്ടാത്തവരാണ്, തങ്ങൾ ഒഴിവാക്കപ്പെട്ടവരാണ് എന്നൊരു ചിന്ത സ്വാഭാവികം. ഇതിനെ മറികടക്കാൻ വേണ്ടി മാതാപിതാക്കൾ അതേസമയം തന്നെ മൂത്ത കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, അതൊരു പക്ഷേ ഒരു മിഠായിയാകാം, ഒന്ന് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്യുന്നതാകാം,
അതുമല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഇളയ കുഞ്ഞിനെ കളിപ്പിക്കുമ്പോൾ പാരൻസിൽ ആരെങ്കിലും ഒരാൾ മൂത്ത കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുവാൻ സമയം ചിലവഴിക്കുന്നതാകാം. എന്തുമായിക്കൊള്ളട്ടെ, മൂത്ത കുഞ്ഞുങ്ങൾക്കും പ്രാധാന്യം നൽകുക, അവരും വേണ്ടവരാണ് എന്ന ചിന്ത അവരിൽ ഉളവാക്കുന്ന രീതിയിൽ അവരെയും ചേർത്ത് പിടിക്കുക. ഇതിലേക്കെല്ലാം പാരൻസിനെ പ്രാപ്തരാക്കാൻ വേണ്ടി എല്ലാ ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി പാരൻസിന് ഫ്രീ കൗൺസിലിംഗ് ഉറപ്പുവരുത്തുക. എങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതാക്കാം.